ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ലൈവില് വരാൻ കാരണം തന്നെ ചില വസ്തുതകളെ സംബന്ധിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് കഴിഞ്ഞ ദിവസം ഞാനൊരു ലൈവ് വീഡിയോ ചെയ്തിരുന്നു. ഫ്രാൻസിൽ നിന്ന് ഇസ്ലാം ഏതാണ്ട് പടിയിറക്കപ്പെടും. സിറിയയിലെ അഭയാർത്ഥികളാക്കപ്പെട്ട മുസ്ലിങ്ങൾക്ക് അഭയം കൊടുക്കാൻ ഒരു ഇസ്ലാമിക രാജ്യവും സന്നദ്ധമാകാത്ത സാഹചര്യത്തിൽ ഫ്രാൻസിനെ പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അതിന് സന്നദ്ധമാകുകയും പിന്നീട് ആ രാജ്യത്തേക്കൊക്കെ ഇരച്ചു കയറി തനതായ ഇസ്ലാമിക നിയമങ്ങൾ അവിടെ സാക്ഷാത്കരിക്കാൻ ശ്രമിച്ചതിന്റെയും ഭാഗമായി ഫ്രാൻസിൽ സമാധാനം അസ്ഥിരമാക്കപ്പെട്ടു. അങ്ങനെ വന്നപ്പോ ഫ്രാൻസ് എന്താണ് അതിന്റെ കാരണം എന്ന് നിരന്തരം അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്തതിനു ശേഷം ശരി, ഇവരാണ് ഈ കാരണം എന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് അവിടെ നിന്ന് മുസ്ലിങ്ങളെ ബഹിഷ്കരിക്കാൻ അഭയാർത്ഥികളായി വന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് നിയമങ്ങൾ ഉണ്ടാക്കാൻ ഫ്രാൻസ് തയ്യാറായത്. അതിനെ സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾക്ക് അതിനെക്കുറിച്ച് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയണം. അതില് ഞാൻ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വിമർശനം ഉയർന്നു വന്നു. ആ അഭിപ്രായമാണ് ഇപ്പോൾ അൽ കേരളം എന്ന ചാനലിലൂടെ നമ്മൾ കേൾക്കുന്നത്. ശരി, എന്തായിരുന്നാലും നമുക്ക് സഹിഷ്ണുതയുണ്ട്, നമുക്ക് ഒരു ജനാധിപത്യ രൂപത്തിൽ പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം. അതുകൊണ്ട് ഏത് എതിരഭിപ്രായങ്ങളെയും സഹിഷ്ണുതയോടുകൂടി കാണാനാണ് താല്പര്യം. അതിനെ സംബന്ധിച്ച് ഫ്രാൻസിൽ നിന്ന് മുസ്ലിങ്ങളെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോയിലെ ഒരു വിമർശനം കേൾക്കുന്നു. ശരി, താങ്കൾക്ക് തുടങ്ങാം. ഫ്രാൻസില് മുസ്ലിങ്ങളെ പുറത്താക്കപ്പെടുന്നു എന്നുള്ള വാർത്ത പല തവണകളായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാന് ഇവിടെ ഇപ്പൊ നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അബ്ദുള്ള പറഞ്ഞ ഒരു ഓഡിയോ ക്ലിപ്പ്, അത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം. അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ആ ഓഡിയോ ഒന്ന് ഞാൻ കേൾപ്പിക്കാം. ചെറിയൊരു സാങ്കേതിക തടസ്സം ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന ഭാഷകളൊക്കെ കേൾക്കുമ്പോൾ ഇവിടുത്തെ ഇസ്ലാം തകരും എല്ലാവരും ചിന്തിച്ചിട്ടുള്ളത്. പക്ഷെ അങ്ങനെ ഒറ്റയടിക്ക് തകരും ഈ ഇസ്ലാമും ഈ മുസ്ലിം ലോകവും ഒറ്റയടിക്ക് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ഉറപ്പ്? അങ്ങനെ ഒരു സംഭവം ഈ ലോകത്ത് നടക്കാൻ വേണ്ടി പോകുന്നില്ല. ഇവിടെ പടച്ചവൻ പറയുന്ന കാര്യങ്ങളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇസ്ലാം തഴച്ചു വളരുക തന്നെ ചെയ്യും. അത് ലോകാവസാനം വരെ അങ്ങനെ തന്നെ വളർന്നുകൊണ്ടേയിരിക്കും എന്നാണ് പടച്ചവന്റെ ആ വാക്കുകളിൽ നിന്നിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ മുസ്ലിം സമൂഹം മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ ഒരിക്കലും ആരൊക്കെ തന്നെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലും ഇസ്ലാം ഒരിക്കലും തകരില്ല. ഞാൻ അബ്ദുള്ളയുടെ ഈ വാക്കുകൾ കേൾപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ ഇപ്പോ അത് എന്തോ ഒരു സാങ്കേതിക തടസ്സം നേരിടുന്നുണ്ട്. കറക്റ്റായിട്ട് അത് ഓപ്പണായി വരുന്നില്ല. ഇപ്പൊ ഫ്രാൻസിന്റെ കാര്യം പറഞ്ഞതിനനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പല രാജ്യങ്ങളും മുസ്ലിങ്ങളെ ആട്ടി ഓടിക്കുന്ന ഒരു രീതി കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് ഓപ്പൺ ആകുന്ന ലക്ഷണം കാണുന്നില്ല. എന്തെങ്കിലും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ പറയാൻ ശ്രമിക്കാം. അല്ലാതെ മറ്റൊന്നും ഇതിനെ കുറിച്ചിട്ട് അത്ര വലിയ ഗ്രാഹ്യമൊന്നും എനിക്കില്ല. ഞാൻ വലിയ മതപണ്ഡിതനൊന്നുമല്ല. പക്ഷെ ഇസ്ലാമിക ലോകം പടച്ചവനിൽ നിന്നാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു? അല്ല, ഇസ്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ്, സംശയമൊന്നുമില്ല. കാരണം അള്ളാഹുവിന്റെ മതമാണ്.
അള്ളാഹുവാണ് ഈ മതത്തെ സൃഷ്ടിച്ചത് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അലിയും അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കുമുൽ ഇസ്ലാം മദീന എന്ന് ഇസ്ലാം പറയുന്നതാണ്. അതൊക്കെ സമ്മതിക്കുന്നു, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. ഇസ്ലാമിനെ സംരക്ഷിക്കാൻ അള്ളാഹു ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് അള്ളാഹു ഈ മത നിയമത്തെ സംരക്ഷിക്കുമെന്ന് അള്ളാഹു പറഞ്ഞതാണ്. അത് അള്ളാഹു സംരക്ഷിക്കും, അള്ളാഹു സംരക്ഷിച്ചോട്ടെ, അതിനൊന്നും നമുക്ക് ആർക്കും ഒരു വിമർശനവുമില്ല. പക്ഷെ ഇവിടെ ഫ്രാൻസിൽ നിന്ന് മുസ്ലിങ്ങളെ പുറത്താക്കാൻ പ്രധാനപ്പെട്ട കാരണം ഫ്രാൻസിൽ പോയിട്ട് ഇവരുണ്ടാക്കിയ പ്രശ്നങ്ങൾ കാരണമാണ്. പൊതുനിരത്തിൽ നിന്ന് നമസ്കരിക്കുക, നബിദിനത്തിന് ജാഥ, പിന്നെ മറ്റുള്ളവർ അള്ളാഹു അക്ബർ എന്ന് തക്ബീർ മുഴക്കി പൊട്ടിത്തെറിക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവരവിടെ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഇസ്ലാമിനെ ആരും ഇവിടെ തകർക്കാൻ ശ്രമിക്കുന്നില്ല. ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ആരാണെന്ന് അറിയാമോ? ചില മുറി പണ്ഡിതന്മാരാണ്. നമ്മൾ പറയാറില്ലേ, മുറി വൈദ്യൻ ആളെ കൊല്ലുമെന്ന് പറയുന്നത് പോലെ ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആളുകൾ വന്നിട്ട് എന്ത് ചെയ്യും? ഡിബേറ്റിനുണ്ടോ? ഞാനുണ്ട്. അങ്ങനെ ഒരു സംവാദത്തിന് വന്നിരിക്കുമ്പോൾ നമുക്കിതിനെ വലിച്ചു കീറേണ്ടി വരുന്നതാണ്. ഇസ്ലാമിനെ കുറിച്ച് പല പണ്ഡിതന്മാരും പറയണത് കേട്ടിട്ടില്ലേ? ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ആരും തകർക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് പറയുന്നതിൽ എന്ത് വസ്തുതയാണുള്ളത്? ഇവിടെ ഇപ്പൊ ഇന്നലെ നടന്ന ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 101 ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. ഇവര് ലോകരാജ്യങ്ങളോട് പറയുന്നത് എന്താ? ഹമാസിനെ ഞങ്ങൾ നശിപ്പിച്ചു കളയുന്നതാണ്. ഈ ഹമാസിന്റെ പേര് പറഞ്ഞിട്ട് ഈ പാവപ്പെട്ട ഫലസ്തീനികളെ എന്തിനാണ് കൂട്ടക്കുരുതി നടത്തിക്കൊണ്ടിരിക്കുന്നത്? അത് തന്നെ ഇസ്ലാമിക രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി അവർ ഒരു അമേരിക്കയുമായിട്ടുള്ള കൂട്ടുകെട്ടിൽ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ലേ? ആ പാവപ്പെട്ട ഫലസ്തീനികൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? സാധാരണക്കാരിലും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഈ ഫലസ്തീനികൾ എന്ന് പറയുന്ന ആളുകൾ. പാവങ്ങളാണ്, വളരെ പാവപ്പെട്ടവരാ. പക്ഷെ ഹമാസ് എന്ന് പറയുന്നത് ആ ഒരു ഫലസ്തീനിൽ മാത്രമല്ല ഹമാസിന്റെ ആ ഒരു സംഘടന ഉള്ളത്, ലോകരാജ്യങ്ങളിൽ എല്ലായിടവും ഉണ്ട്. അപ്പോ ഫലസ്തീനില് അവര് താമസിച്ചു, അല്ലെങ്കിൽ ഫലസ്തീനിൽ നിന്നുകൊണ്ട് തന്നെ ഇസ്രായേലിനെ ആക്രമിക്കുന്നു. അപ്പോ ഫലസ്തീനിൽ മൊത്തം ഹമാസിന്റെ ആളുകൾ മാത്രമാണുള്ളത്, മൊത്തം നശിപ്പിച്ച് കളയാമെന്നുള്ള ആ ഒരു നിഗൂഢമായിട്ടുള്ള ഒരു രീതിയാണ് അവിടെ കണ്ടുവരുന്നത്. പക്ഷെ അത് ഇസ്ലാമിക രാജ്യം ഇല്ലാതാക്കാൻ വേണ്ടി ജൂതപ്പട രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്. ഇപ്പോ ഏറ്റവും കൂടുതൽ ആയുധം അമേരിക്ക ഇസ്രായേലിന് വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ പെടുന്ന രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പോ ഈ ഫ്രാൻസ് ആയാലും മറ്റ് ഇസ്ലാമിനെ എതിർക്കുന്ന രാജ്യങ്ങളിൽ ഏതായാലും ഇവരൊക്കെ കാണുന്ന ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇസ്ലാമിനെയും ഇസ്ലാമിക രാജ്യത്തെയും ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സംഭവങ്ങളും അങ്ങനെ തന്നെയാണ്. മുസ്ലിങ്ങളെ നശിപ്പിച്ച് കളയുക. ഈ ലോകത്ത് മുസ്ലിങ്ങൾ വേണ്ട. അല്ലാന്നുണ്ടെങ്കിൽ ഈ സാധാരണക്കാരെ കൊല്ലേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഹമാസിന്റെ ആളുകളെ ഇവർക്ക് തെരഞ്ഞു പിടിച്ച് കൊല്ലാവുന്നതേ ഉള്ളൂ. കാരണം ഇവര് ഫലസ്തീനിലുണ്ട്. ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു രാഷ്ട്രമാണ്. ഈ ഫലസ്തീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇസ്രായേലിന്റെ ഉള്ളില് ഒരു കടുകുമണി എന്ന് പറഞ്ഞ പോലെയാണ്. അവിടെ സാധാരണക്കാരുള്ളത്. അവിടെ ഹമാസ് അത്രയും വലിയ തുരങ്കം സൃഷ്ടിച്ച് അതിൽ ഒളിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരിക്കലും അത് വിശ്വസിക്കാൻ പോലും കഴിയാത്തതാണ്. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ആ തുരങ്കങ്ങളൊക്കെ ഇസ്രായേൽ പിടിച്ചടക്കി കഴിഞ്ഞു. അതിൽ ഇസ്രായേലിന്റെ സൈനികർ ഒളിച്ച് താമസിക്കുന്ന ആ ഒരു വീഡിയോസ് ആണ് ഇപ്പോ ലോക ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ പടച്ചുവിടുന്നതായിട്ടുള്ള വീഡിയോസ്. ഇപ്പൊ ഇസ്രായേൽ തന്നെ പല അക്രമങ്ങളും നടത്തിയിട്ട് വാഹനത്തിൽ കത്തിക്കരിഞ്ഞ നിലയിലും അല്ലാത്ത രീതിയിലും ഒക്കെ സാധാരണക്കാര് വഴിയോരങ്ങളിലും മരണപ്പെട്ട് കിടക്കുന്നത്. ഇത് ഇസ്രായേലിന്റെ മീഡിയ എടുത്തിട്ട് എന്ത് ചെയ്യുന്നത്? അത് ഈ ഹമാസുകാര് ഇസ്രായേലുകാരെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇവര് പടച്ചുവിടുന്നത്. ഇതില് എന്ത് വസ്തുതയാണുള്ളത്, എന്ത് സത്യമാണുള്ളത് എന്നുള്ളത് ഒരിക്കലും നമുക്കത് വിശ്വസിക്കാൻ പോലും കഴിയില്ല. കാരണം അവിടെ ഹമാസിന്റെ ആൾക്കാർ ഒരിക്കലും ഇങ്ങനെ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചു. ആദ്യ ടൈമിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നല്ല, വർഷങ്ങൾ പഴക്കമുണ്ട്. എന്റെയൊക്കെ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ 50 വർഷത്തിന്റെ മേലെ ഉണ്ടാവുന്നതാണ് എന്റെ ഒരു കാൽക്കുലേഷൻ. കാരണം
അന്ന് ചെറുപ്പം മുതലേ ഇത് കേൾക്കുന്നുണ്ട് ഈ സംഭവങ്ങളൊക്കെ. എന്നിട്ടും ആ ഫലസ്തീനികൾ പാവങ്ങൾ അവിടെ ജീവിക്കുന്നുണ്ട്. ഇവര് അവിടെ പോയിട്ട് ഇസ്രായേലിന്റെ സേന അവിടെ പോയിട്ട് സ്ത്രീകളെ ദ്രോഹിക്കുന്നതും കുട്ടികളെ ദ്രോഹിക്കുന്നതും ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നല്ല. അപ്പോ എത്ര തന്നെ കണ്ടാലും ഒരു കുടുംബത്തിൽ കയറി ഒരു ഗുണ്ടാവിളയാട്ടം നടത്തി കഴിഞ്ഞാൽ ആ കുടുംബത്തില് നല്ല ധൈര്യവും വീര്യവും ഒക്കെ ഉള്ള ആളുകൾ ഉണ്ടാവും. അവരിത് അതിനെ നേരിടും. അത് എത്ര പേര് അതിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതിനൊക്കെ പ്രതികാരം എന്ന് പറഞ്ഞ പോലെ ഒരു സിനിമ സ്റ്റൈലിൽ തന്നെയാണ് ഈ ലോകരാജ്യങ്ങളിൽ ഓരോ അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതികാരമാണ്, പ്രതികാരം തന്നെയാണ്, യാതൊരു സംശയമില്ല. അപ്പോ ഇസ്ലാമിനെ തകർക്കുന്നില്ല എന്ന് പറയുന്നത്, ഇസ്ലാമിക രാജ്യം തകർക്കുന്നില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടെ ഇസ്ലാമിനെ അല്ല ആരും തകർക്കാൻ ശ്രമിക്കുന്നത്, മുസ്ലിങ്ങളെയുമല്ല. അത് സംഭവിച്ച തെറ്റാണ്. നിങ്ങളൊക്കെ പൊതുവില് മുസ്ലിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അതാണ്. ഇവിടെ ആർക്കും ഹിന്ദു രാഷ്ട്രമാക്കണ്ട, ഇവിടെ ആർക്കും ലോകത്തെ മുഴുവനും ക്രൈസ്തവ രാഷ്ട്രമാക്കണ്ട. നിങ്ങൾ ആദ്യം തന്നെ, ഞാനൊരു മുസ്ലിം പുരോഹിതനല്ല, എന്നിരുന്നാലും പറയാൻ വന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഖുർആൻ വചനങ്ങൾ ഇവിടെ പറയണ്ട എന്ന് വിചാരിച്ചിരിക്കുന്നത്. ലോകം മുഴുവനും ഇസ്ലാമാക്കി മാറ്റണമെന്ന് പറഞ്ഞ് ഒരു കയ്യിൽ ആയുധവും മറ്റേ കയ്യിൽ ഖുർആനുമായിട്ട് ഇറങ്ങിയത് ഇവിടെ ഇസ്രായേലിലല്ല. ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിൽ പോയി നിങ്ങൾ ഈ പറയുന്ന പച്ചപ്പാവം എന്ന് പറയുന്ന ആളുകള് വലിഞ്ഞു കയറിയതാണ് ഇസ്രായേലില്. എന്നിട്ടാണ് അവിടുത്തെ 1400ഓളം വരുന്ന ആളുകളെ കൊല്ലുകയും മറ്റുമൊക്കെ ചെയ്തത് അങ്ങനെയാണ്. എന്നിട്ട് 247 പേരെ പിടിച്ച് ബന്ധികളാക്കി കൊണ്ടുപോയതും ആ ബന്ധികളിൽപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ വളരെ ക്രൂരമായി ഉപദ്രവിക്കുകയും മറ്റുമൊക്കെ ചെയ്തത് അങ്ങനെയാണ്. അപ്പോ ഈ പലസ്തീൻകാര് പാവങ്ങളാണ് എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ചിലപ്പോൾ ശരി, പലസ്തീനികൾ പാവങ്ങളായിരിക്കും, ഗാസയിലെ ജനങ്ങൾ പാവങ്ങളായിരിക്കും. ഹമാസ് എന്ന ഭീകരവാദത്തെയും ഭീകരവാദ സർക്കാരിനെയുമാണ് നമ്മൾ എതിർക്കുന്നത്. ആ ഭീകരവാദ സംഘടനയുടെ ഭീകരവാദത്തെയാണ് നമ്മൾ എതിർക്കുന്നത്. അതല്ലാതെ പലസ്തീനികൾക്ക് ഐക്യദാർഢ്യം തന്നെയല്ലേ ലോകത്തുള്ള ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും പ്രഖ്യാപിച്ചത്. ഇപ്പൊ മക്കയിലും മദീനയിലും ആണെങ്കിൽ പലസ്തീനികൾക്ക് എങ്ങാനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാല് അവർക്ക് രാജ്യദ്രോഹ കുറ്റം ചുമത്തുമെന്ന് വരെയുള്ള നിയമങ്ങൾ വന്നില്ലേ? ഇവിടെ മുസ്ലിങ്ങളെ ഇല്ലാതാക്കണമെന്നോ ഇസ്ലാമിനെ ഇല്ലാതാക്കണമെന്നോ ആർക്കും പ്രത്യേകിച്ച് ഒരു അജണ്ടയുമില്ല. അങ്ങനെ ഒരാളും വിചാരിച്ചാല് മറ്റൊരാൾ ഇല്ലാതാകത്തുമില്ല. അങ്ങനെ ഇല്ലാതാക്കണം എന്നുള്ള ഒരു അജണ്ടയെ ഇവിടെ ഇല്ല. ഇവിടെ പ്രധാനമായിട്ടുമുള്ളത് ഈ വിഷയമാണ്: ഭീകരവാദത്തെ എതിർക്കുക, തീവ്രവാദത്തെ എതിർക്കുക. രാജ്യവിരുദ്ധ ശക്തികൾ ഏത് രൂപത്തിൽ എവിടെയൊക്കെ അലയടിച്ചിട്ടുണ്ടെങ്കിലും ശരി, നമ്മൾ അതിനുവേണ്ടി സംസാരിച്ചല്ലേ പറ്റൂ. അല്ലാതെ നമ്മൾ സംസാരിക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് തോന്നുവാണ് നമ്മള് രാജ്യവിരുദ്ധതയാണ് പറയുന്നത്, മുസ്ലിങ്ങൾക്ക് എതിരാണ് പറയുന്നത് എന്ന് തോന്നിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കുറ്റമല്ല അത്. മുസ്ലിങ്ങൾ പല രാജ്യത്തും ചെന്ന് കയറിയിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചൊന്ന് ചിന്തിച്ചു നോക്കണം, അപ്പൊ മനസ്സിലാവും. ഇവിടെ മുസ്ലിങ്ങളെ മാത്രമാണ് തീവ്രവാദികൾ എന്ന് മുദ്ര കുത്തുന്നത്. ഈ തീവ്രവാദം മുസ്ലിങ്ങളിൽ മാത്രം തന്നെയാണ്. മുസ്ലിങ്ങളിൽ മാത്രമല്ല തീവ്രവാദം ഉള്ളത്. ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ ലോകരാജ്യങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തീവ്രമായിട്ട് ആ തീവ്രവാദ സ്വഭാവം കാണിക്കുന്നത് മുസ്ലിങ്ങളാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം മുസ്ലിങ്ങൾ ചെയ്തിട്ടുണ്ട്, ചെയ്യാതിരുന്നിട്ടില്ല. ലോകത്തുള്ള എത്ര കണക്കിന് തീവ്രവാദ സംഘടനകളുണ്ട് നമ്മുടെ നാട്ടില്, എത്ര കണക്കിന് അൽ ഖ്വയ്ദ, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, പറയാതെ തന്നെ അറിയാം. നൂറുകണക്കിന് ആയിരക്കണക്കിന് തീവ്രവാദ സംഘടനകളുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ സംഘടനകളൊക്കെ ചെയ്യുന്നതൊക്കെ ഇസ്ലാമികം തന്നെയല്ലേ? അവര് ലോകം മുഴുവനും ഇസ്ലാം മതമാക്കി മാറ്റുന്നതിന് വേണ്ടി തന്നെയല്ലേ ഈ ചെയ്തത്? ഈ ഏത് സംഘടനയായിരുന്നാലും ശരി, ഇവരൊക്കെ എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ സംഘടനകളെല്ലാം മുസ്ലിങ്ങളാണ്. ഈ സംഘടനകളൊക്കെ തന്നെയും തീവ്രവാദം തന്നെയാണ് പ്രചരിപ്പിക്കുന്നതും. അതേ പറഞ്ഞിട്ടുള്ളൂ. അത് പറയുമ്പോൾ നിങ്ങൾക്ക് കയറി കൊള്ളുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതേ തീവ്രവാദവുമായി ഫ്രാൻസിലേക്ക് ഇരച്ച് കയറിയപ്പോഴാണ് അവര് പ്രതികരിക്കാൻ തുടങ്ങിയത്. അതല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രത്തിൽ എന്തുമാകാം, പക്ഷേ ഞങ്ങളുടെ രാജ്യത്തേക്ക് നിങ്ങളുടെ തീവ്രവാദം കൊണ്ടുവരണ്ട എന്നേ പറഞ്ഞു.
പക്ഷെ ഞങ്ങളുടെ രാജ്യത്തേക്ക് ആ തീവ്രവാദം കൊണ്ടുവരണ്ട എന്ന് പറയുന്നത് അവരവിടെ തീവ്രവാദികളായിട്ട് ജീവിച്ചിട്ടല്ല. പക്ഷെ ഇവർക്ക് ജൂതന്മാര് എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ ശത്രുവായിട്ടാണ് എക്കാലവും കണ്ടിട്ടുള്ളത്. ആദ്യകാലത്തും അങ്ങനെ തന്നെയാണ്, ഇപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. പക്ഷെ ജൂതന്മാര് അവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ക്രിമിനൽ ബുദ്ധിയാണ്. മുസ്ലിങ്ങളെക്കാളും ആയുധത്തിലൊക്കെ അഗ്രഗണ്യന്മാരാ. ആയുധം നിർമ്മിക്കാൻ തന്നെ ഇപ്പൊ ഈ ഹമാസൊക്കെ ഉപയോഗിക്കുന്ന ആയുധങ്ങളൊക്കെ ചിലപ്പോ ഈ ക്രിസ്ത്യൻസ് ഇവര് തന്നെ നിർമ്മിച്ച സാധനങ്ങളായിരിക്കും. ഇവര് തന്നെ അമേരിക്കയുടെ സ്വഭാവമുണ്ട്. ഏത് രാജ്യത്ത് എന്ത് യുദ്ധം നടക്കുന്നുണ്ടെങ്കിലും അമേരിക്ക ഇരു ടീമിനും ആയുധം വിൽപ്പന നടത്തും. അത് പ്രത്യക്ഷത്തിലും അല്ലാത്ത രൂപത്തിലും. അപ്പോ ഈ ഹമാസിന്റെ കയ്യിലുള്ളതൊക്കെ ഇത് ചെന്ന് പതിക്കുന്ന സമയത്ത് ഹമാസിന്റേത് എന്ന് പറഞ്ഞിട്ട് അവിടെ അതില് ഈ എഴുത്തുകുത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഇവര് തന്നെ പടച്ചുവിടുന്ന കാര്യങ്ങളാണ്. അത് അമേരിക്ക ഇവര് തന്നെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ആണ്. അമേരിക്കക്ക് എന്തെങ്കിലും ലക്ഷ്യബോധം ഉണ്ടാവും അതില്. കാരണം അവർക്ക് ഈ ആയുധം വിറ്റഴിക്കണം. ഇപ്പൊ ഇസ്രായേലിനെ സമീപിച്ചിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. ഇപ്പോ ഈ ദിവസങ്ങളിൽ ഇപ്പൊ ഡോളറിന്റെ കാര്യം വെച്ചിട്ട് അമേരിക്കയുമായിട്ട് സൗദി അടഞ്ഞിട്ടുണ്ട്. എന്താ കാരണം? സൗദി അറേബ്യ കുറച്ച് വിവരം വെച്ച് വന്നിരിക്കുകയാണ് ഇപ്പോ. ഇനി അമേരിക്ക വേണ്ട അവർക്ക്. കാരണം അവരെ സ്വന്തം നാട്ടിലുള്ള പെട്രോളും വിറ്റിട്ട് അതിന്റെ ഒരു ഷെയറും ഈ അമേരിക്കക്ക് കൊടുത്തിട്ട് ആ ഷെയർ പറ്റി അതിൽ നിന്നും കൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കിയിട്ട് മുസ്ലിങ്ങൾക്ക് നേരെ തന്നെ നിറയൊഴിക്കുക. നല്ല പരിപാടിയല്ലേ ഇത്? മുസ്ലിങ്ങളെ തന്നെ പറ്റിക്കുകയാണ്. ഈ വേൾഡിൽ ഏറ്റവും കൂടുതൽ സമ്പത്ത് നിലനിൽക്കുന്നത് അറേബ്യൻ കൺട്രിയിലാണ്. അതിനെ കട്ടെടുത്തിട്ടാണ് ഈ സമ്പത്തൊക്കെ സ്വരൂപിച്ച് ആയുധ ശേഖരണങ്ങൾ ഉണ്ടാക്കുന്നത്. മറ്റ് ആയുധം ഉണ്ടാക്കുന്ന ആളുകളിൽ നിന്നിട്ട് പെട്രോൾ കൊടുത്തിട്ടും അതുപോലെ തന്നെ ഈ പെട്രോളിന്റെ ഇത് മാത്രമല്ല ഡോളർ മറ്റേ ഗോൾഡാക്കി മാറ്റുക, ഗോൾഡ് കൊടുക്കുക എന്നുള്ളൊരു സംവിധാനം അമേരിക്കയുടെ ഇടയിൽ ആദ്യകാലത്ത് തന്നെ ഉണ്ട്. അത് വെച്ചും കൊണ്ടിട്ടാണ് മുതലെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവര് എന്ത് ചെയ്താൽ തന്നെ മുസ്ലിങ്ങളെ കൊന്നൊടുക്കുക എന്നുള്ള ആ ഒരു അജണ്ട അത് എക്കാലത്തും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോ കുവൈത്ത് യുദ്ധത്തിൽ തന്നെ നമ്മൾക്ക് ഒരുപാട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. കുവൈത്തിനെ രക്ഷപ്പെടുത്താനാന്നും പറഞ്ഞു വന്ന് അവിടുന്ന് അവർക്ക് പറ്റുന്ന രീതിയിൽ എണ്ണ പൈപ്പിട്ട് അവരെടുത്ത് അവരുടെ ലക്ഷ്യം അതാണ്. ആയുധം കൊടുക്കുക, അവരുദ്ദേശിക്കുന്ന രീതിയിൽ പെട്രോളോ ഗ്യാസോ എന്തെങ്കിലും അവർക്ക് വരുമാനം കിട്ടുന്ന രൂപത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അടിച്ചു മാറ്റുക, എന്നിട്ട് ആയുധം വിൽക്കുക, കൊല്ലുക. ഇതിൽ തീവ്രവാദ സ്വഭാവം അപ്പോ മുസ്ലിങ്ങളാണോ ഇവിടെ ഉണ്ടാക്കുന്നത്? മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു സാധാരണ മുസ്ലിമിന്റെ കാഴ്ചപ്പാടുകളാണ് ഇതൊക്കെ. ഇതുമായിട്ട് വസ്തുതകൾക്ക് യാതൊരു ബന്ധവുമില്ല. സാധാരണ ആളുകൾക്ക് പൊതുവെ ജൂതന്മാരോട് മുസ്ലിങ്ങൾക്ക് ദേഷ്യമുണ്ട്. അത് നമ്മുടെ ഇസ്ലാമിക ഗ്രന്ഥപ്രകാരമുള്ള വസ്തുതയാണ്. ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ അനുസരിച്ചിട്ടാണെങ്കിൽ ജൂതന്മാര് നമ്മുടെ ശത്രുക്കളാണല്ലോ. ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയല്ലേ, ഇന്നമൽ മുശ്രികൂന നജസുൻ. അതാണ് എനിക്ക് ഈ ഖുർആൻ അറിയുന്ന ആളുകളുമായിട്ടാണല്ലോ ഖുർആൻ പറഞ്ഞിട്ടൊരു ഡിബേറ്റ്. അതുകൊണ്ടാണ് ഞാൻ അത്രയും രൂക്ഷമായിട്ട് പോകണ്ടെന്ന് വിചാരിച്ചത്. ഒരു നോർമൽ മുസ്ലിമിന്റെ കാഴ്ചപ്പാടാണിത്. ഇസ്ലാമികപരമായി അതിന്റെ അടിസ്ഥാനം കിടക്കുന്നത് ജൂത വിരോധമാണ്. അതുകൊണ്ടാണ് ജൂതന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇറങ്ങിത്തിരിക്കുന്നത്. അത് ജൂതവിരോധം എന്ന് പറയുന്നത് അതും അടിസ്ഥാനരഹിതമാണ്. കാരണം ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വെച്ച് നോക്കുമ്പോൾ ഈ മുസ്ലിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരിചയപ്പെടുത്തിയത് ഇപ്പോ ക്രിസ്ത്യൻസ് വിഭാഗത്തിലാണെങ്കിൽ തന്നെ അവരെ മറ്റേ യഹോവയും അതേപോലെ അങ്ങനെയുള്ള കുറെ ടീമുണ്ടല്ലോ. ഈസാ നബി, നമ്മളതിൽ ഇസ്മായിൽ നബി, മൂസ നബി എന്നൊക്കെ ഇത് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഖുർആനാണ്. അപ്പൊ ഖുർആനും ഇവരെ ബൈബിളിന്റെ ആ ഒരു ഇതും വെച്ച് നോക്കിക്കഴിഞ്ഞാല് ഈ രണ്ട് ടീമും ഒന്നായിട്ട് തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം പറഞ്ഞ ഈസയല്ല ബൈബിള് പറഞ്ഞ യേശു. മാറ്റത്തിരുത്തലുകളല്ലേ, അതിലൊന്നും ഒരു സത്യമൊന്നുമില്ല. ഇതൊക്കെ പോകുന്നത് ഒരൊറ്റ ദിശയിലേക്ക് തന്നെയാണ്. അതിപ്പോ ഹിന്ദുക്കളെ ഇതിലാണെന്നുണ്ടെങ്കിലും ദൈവത്തെ ആ ഒരു ദൈവം എന്ന് പറയുന്നത് ആ ഒരെണ്ണം തന്നെ ഉള്ളൂ. അത് പല രീതിയിലൊന്നും ദൈവമൊന്നുമില്ല. ദൈവം എന്ന് പറയുന്നത് എന്താ, ഒരു രക്ഷകൻ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലാണ് പലരും പല പേരിട്ടിട്ടാണ് വിളിക്കുന്നത്. പക്ഷെ പ്രത്യക്ഷ നമ്മൾ കാണുന്ന ആ ഒരു കാഴ്ചപ്പാടിലല്ലാതെ തന്നെയാണ് പടച്ചവൻ എന്ന് പറയുന്ന അള്ളാഹു നിലനിൽക്കുന്നത്. ഏത് തൂണിലും തുരുമ്പിലും പടച്ചവനുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് മുസ്ലിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലോകം പടച്ചത് തന്നെ അള്ളാഹുവാണ്. ഈ ലോകത്ത്
മുസ്ലിങ്ങളിൽ ആയിത്തീരുന്നത് വരെ ഈ ഫൈറ്റ് തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഒരേ സ്റ്റേജിലെത്തി. ഫൈറ്റ് തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അതിൽ തീവ്രവാദികൾ എന്ന് പറഞ്ഞിട്ട് മുദ്ര കുത്തുന്ന, സാധാരണക്കാരെ പോലും തീവ്രവാദികളാണെന്ന് പറഞ്ഞിട്ട് മുദ്ര കുത്തുന്ന കുറെ ആളുകളുണ്ട്. എല്ലാവരും തീവ്രവാദികളാണ് അല്ല. തീവ്രവാദ സ്വഭാവം ആ തീവ്രവാദ സ്വഭാവത്തിനെയാണ് പറയുന്നത് തീവ്രവാദികൾ. അവര് തീവ്രവാദ സ്വഭാവത്തിലൂടെ തന്നെയാണ് ഓരോ രാജ്യത്തിനെ ആക്രമിക്കുന്നതും. അതുപോലെ ഇപ്പൊ ഇന്ത്യയിലെ 2 ഭടന്മാരാ മരിച്ചിട്ടുള്ളത്. അവര് നുഴഞ്ഞുകയറ്റക്കാരാണെന്നും പറഞ്ഞ് ആണ് ഇപ്പോ ഫൈറ്റ് നടന്ന് അവരെ മരണമടഞ്ഞിട്ടുള്ളത്. നുഴഞ്ഞുകയറ്റക്കാരൻ ഇഷ്ടം പോലെ ഉണ്ട് നമ്മളെ ഇന്ത്യയിലേക്ക് കടന്നു കയറാൻ വേണ്ടി. അവരുടെ ലക്ഷ്യം എന്താണെന്നൊന്നും നമ്മൾ സാധാരണക്കാർക്കൊന്നും ഒരിക്കലും പറയാൻ കഴിയില്ല. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ഭടന്മാര് സ്ട്രോങ് ആണ്. നമ്മുടെ രാജ്യം കാത്തു സൂക്ഷിക്കുന്ന ഇന്ത്യൻ ഭടന്മാർ സ്ട്രോങ് ആയതുകൊണ്ട്, ഇന്ത്യ മതേതര രാജ്യമായതുകൊണ്ട് ഇവിടെ മുസ്ലിങ്ങൾക്കോ അല്ലെങ്കിൽ ക്രിസ്ത്യൻസിനോ യാതൊരു പ്രശ്നവും സംഭവിക്കുന്നില്ല. ഇവിടെ ക്ഷമിക്കണം, എനിക്ക് ഇടയ്ക്ക് കയറേണ്ടി വരുന്നതാണ്. അതായത് ഇവിടെ മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ നിർഭയരായി സന്തോഷത്തോടെ അവരുടെ മതമനുസരിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യം കിട്ടിയ നാട് ഇന്ത്യ തന്നെയായിരിക്കും. പക്ഷേ ഈ ഇന്ത്യയിൽ മതം കലർത്തുന്നത് ഇവരാ. ഈ ഇന്ത്യയില് സമാധാന മതത്തെ കലർത്തി ഈ രാജ്യം മലിനമാക്കാൻ ശ്രമിക്കുകയും മറ്റേ ഇറാൻ, തുർക്കി, ഇറാഖ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുമൊക്കെയായി പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകൾ ഇടചേർന്ന് അവര് ഒരു സഖ്യമുണ്ടാക്കി ഈ രാജ്യത്തെ മതവൽക്കരിക്കാൻ ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഹമാസിനെ നിങ്ങൾക്ക് വെള്ളപൂശാം. ഹമാസ് ജൂതന്മാരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? അങ്ങോട്ട് കയറി ചുണ്ടങ്ങ കൊടുക്കും, ഇങ്ങോട്ട് വഴുതനങ്ങ കിട്ടും. അപ്പൊ അങ്ങോട്ട് പോയി ചൊറിയുമ്പോൾ ആലോചിക്കണം, തിരിച്ചു നല്ല മാന്തി പൊളിക്കലുകൾ കിട്ടുമെന്ന്. ഇപ്പൊ ഹമാസ് മുസ്ലിങ്ങളായതുകൊണ്ടാണ് നിങ്ങൾ മുസ്ലിങ്ങളുടെ പക്ഷം പിടിച്ച് സംസാരിക്കുന്നത്. ഇസ്രായേലിന് ജൂതന്മാരാണ്. ബേസിക്കലി നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു സ്വഭാവമാണ് ജൂതവിരോധം. ആ ജൂതവിരോധമാണ് ഇപ്പോൾ ഈ രാജ്യത്തിന്റെ താല്പര്യം പോലും ഇസ്രായേലിനോടൊപ്പം നിൽക്കുമ്പോൾ ഹമാസ് എന്ന ഭീകരവാദത്തെ അംഗീകരിക്കാൻ കാരണം. ഇപ്പൊ ഫ്രാൻസ് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി. ഫ്രാൻസിലേക്ക് സിറിയയിൽ നിന്ന് വന്ന അഭയാർത്ഥികളെ കയറ്റാൻ എന്തേ ഇത്രയധികം ഇസ്ലാമിക രാജ്യങ്ങൾ തയ്യാറാകാത്തത്? അവര് തയ്യാറായിട്ടില്ല. കാരണം അവർക്കറിയാം ഇവരാദ്യം നിൽക്കാനിടവും പിന്നെ ഇരിക്കാനിടവും പിന്നെ കിടക്കാനിടവും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇവർക്ക് ഒരുപാട് മതസ്ഥാപനങ്ങൾ വേണ്ടി വരും, പള്ളികൾ വേണ്ടി വരും, പിന്നീട് ബയോളജിക്കലി ഇവർ പെറ്റുപെരുകും, പിന്നീട് ഇവർ മാത്രം ആ രാജ്യത്തു മതി എന്നുള്ളൊരു നിലപാടിലേക്ക് ഇവർ മാറും. അത് എല്ലാ രാജ്യങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്കാൻഡിനേവിയൻ കൺട്രികളൊക്കെ കൃത്യമായ രൂപത്തിൽ ഒരു തീരുമാനമെടുത്ത സമയത്ത് ഫ്രാൻസും കട്ടയ്ക്ക് നിന്നു. ഈ രാജ്യത്ത് ഇവര് വേണ്ട. കാരണം അവരത്രമേൽ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഒരു അധ്യാപകൻ സാമുവൽ പാറ്റി അദ്ദേഹത്തിന്റെ കഴുത്ത് മുറിക്കുക, പിന്നീട് ബിക്കിനി ഇട്ടുകൊണ്ട് നടക്കുന്ന ആളുകളിലൊക്കെ ഇസ്ലാമിക നിയമം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുമായി ഫ്രാൻസിനെ മതത്തിന്റെ മാലിന്യത്തിൽ അകപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ഫ്രാൻസിനെ മുക്തമാക്കേണ്ടത്, ഈ അഭയാർത്ഥികളിൽ നിന്നും ഇസ്ലാമിക നിയമങ്ങളിൽ നിന്നും മുക്തമാക്കേണ്ടത് ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് ഇമ്മാനുവൽ മാക്രോണിന്റെ ബാധ്യതയായിരുന്നു. അതാണ് അദ്ദേഹം ചെയ്തത്. നമ്മൾ ഹമാസിനെ അനുകൂലിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ഹമാസ് തീവ്രവാദികളാണ്. അതവിടെ നിൽക്കട്ടെ. ഈ അഭയാർത്ഥികളെ സൃഷ്ടിച്ചതാരാ? അൾജീരിയയിൽ ഫ്രാൻസ് നടത്തിയ അധിനിവേശം, ഭീകരമായ കൂട്ടക്കുരുതിക്കും ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമുള്ള ആധുനിക ഫ്രാൻസിന്റെ കൊടും ക്രൂരതകൾ എന്തായിരുന്നു? ചരിത്രത്തിലെ തെറ്റുകളൊന്നും അതിനുശേഷം ജനിച്ച തലമുറ ഉത്തരവാദികളല്ല. പക്ഷേ ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നാണല്ലോ അഭയാർത്ഥികൾ സൃഷ്ടിക്കപ്പെടുന്നത്. താലിബാനുകൾ അഫ്ഗാൻ പിടിച്ചെടുത്തപ്പോഴാണ് അഫ്ഗാനിൽ അഭയാർത്ഥികൾ ഉണ്ടായത്. സിറിയയിലെ അഭയാർത്ഥികൾ, ഈ അഭയാർത്ഥികളായിട്ട് വലിഞ്ഞു കയറി ചെന്ന ആളുകളൊക്കെ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് വന്നവരല്ലേ? ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് വന്നവർ എന്നൊന്നുമില്ല. ഇപ്പോ ഇന്ത്യയിൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് വന്ന മുസ്ലിങ്ങളാണോ ഇന്ത്യയിലുള്ളത്? അല്ല. ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളാണ്. ആ വിശ്വാസം മുറുകെ പിടിച്ച് അവര് അത് ഓരോ മതവിഭാഗമായിട്ട് വേർതിരിഞ്ഞ് അങ്ങനെ ആയിപ്പോയവരാണ്. ഇവിടെ അടിസ്ഥാനപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര വർഷത്തിന് ശേഷമായിരിക്കും മുസ്ലിങ്ങൾ ഇന്ത്യയിൽ വർദ്ധിച്ചു വന്നത്? ഇവിടെ നമ്മള് പറയുമ്പോ തീവ്രവാദത്തെ എതിർക്കുക തന്നെ വേണം. അതാര് ചെയ്താലും ശരി. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഇത് രണ്ടും ഒരു രാജ്യത്തിന് ആപത്താണ്. അപ്പോ നമ്മൾ പറഞ്ഞു വന്ന സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഫ്രാൻസ്
ഏതാണ്ട് പാഠം പഠിച്ചപ്പോൾ അവർ ഒഴിവാക്കി. താജിക്കിസ്ഥാൻ 90% മുസ്ലിങ്ങളുള്ള ഇസ്ലാമിക രാജ്യമാണ്. ഹിജാബ് വേണ്ട. ഇനി അത് ധരിച്ച് പുറത്തിറങ്ങിയാൽ ഒരു സംഘടനയാണെങ്കിൽ പിഴയുണ്ട്, അതല്ല ഒരു അതോറിറ്റി ആണെങ്കിൽ പിഴയുണ്ട്, മതപുരോഹിതന്മാരാണെങ്കിൽ ഇരട്ടി പിഴയാണ്. സൗദി അറേബ്യ ഹിജാബ് നിരോധിച്ചു. അങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് നിരോധിച്ചു. ഒരുപാട് നിയമങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങൾ പോലും മാറ്റി മാറ്റി കൊണ്ടുവന്ന് അവര് പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾ ഹമാസിനെ പിന്തുണയ്ക്കുന്നു. എന്നിട്ട് 4 തെറി പറയാം ജൂതന്മാരെ. ഹിജാബ് മാറ്റുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് അങ്ങനെ നടക്കാൻ വേണ്ടി അവർ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ആ രാജ്യത്ത് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇറാനിൽ മുമ്പ് എന്തുണ്ടായത്, എത്രയോ സ്ത്രീകളെ കൊന്നില്ലേ. അവരെ അവകാശത്തിന് വേണ്ടിയിട്ട് ഇസ്ലാമിക രാജ്യങ്ങളിൽ വിപ്ലവം സൃഷ്ടിക്കാൻ നോക്കുമ്പോ അവിടുത്തെ ഭരണാധികാരികൾ നോക്കി നിൽക്കില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടി ഇറാനിൽ നടന്ന പോലെ ഒരു പ്രശ്നങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോ സൗദി അറേബ്യയിലത്തെ സംഭവം എടുത്തു പറഞ്ഞില്ലേ. അത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണത്. കാരണം അവരെയൊന്നും ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കുറ്റം പറയാനൊന്നും പറ്റില്ല. സാരമില്ല. അതെ, ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്ന ഒരു രീതി നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സ്വഭാവ ഗുണമാണ്. കുഴപ്പമില്ല. സൗദി അറേബ്യ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന യൂറോപ്യന്മാരുടെ പിന്നാലെയാണ്. അതുകൊണ്ട് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പെണ്ണ് എന്നത് വെറും ഒരു ഭോഗവസ്തു അല്ലെന്നും അവൾക്കും ഒരു പുരുഷനെ പോലെയുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും സൗദി അറേബ്യ മനസ്സിലാക്കിയിരിക്കുന്നു. എന്തായിരുന്നാലും ഈ എപ്പിസോഡ് ഏതാണ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായി. ഇനി പുതിയൊരു എപ്പിസോഡുമായി പുതിയൊരു വ്യക്തിയുമായി വീണ്ടും കാണുന്നത് വരേക്കും ശുഭരാത്രി.